നമ്മളപ്പോ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോണേന്. ചാമ്പക്ക മരത്തിന്ന് ചാമ്പക്ക പൊട്ടിച്ചു. ഞാൻ മരിച്ചു നേരത്തെ എല്ലാവരും പറയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും. എന്നെ നോക്കി അനുരമോ മോർണിംഗ് ഗായ്സ്, അങ്ങനെ നമ്മുടെ ഡേ 2 ട്രിപ്പിലേക്ക് സ്വാഗതം. വാഗമണ്ണിലെത്തിയിട്ടുള്ള നമ്മുടെ 2ാമത്തെ ദിവസമാണ്. ബാൽക്കണി വ്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു, പിന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിക്ക് മഴക്കാലം ആയതുകൊണ്ട്, ആ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം എണീറ്റ ഉടനെ നമ്മളിങ്ങനെ ബാൽക്കണിയിൽ പോയിരുന്ന് അവിടെ പോയി കുറേ നേരം ഇരുന്ന് ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. നമ്മളപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോണേന് കുറച്ച് ചാമ്പക കണ്ടെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് പറിക്കാം. ഞാനും അൻസിയും പിന്നെ ഇവരും കൂടിയാണ് ചായ കുടിക്കാൻ വേണ്ടി പോണത്. എവിടെയാണ് കട എന്നറിയാതെയാണ് ഞങ്ങളുടെ ഈ ഒരു പോക്ക്. ചായ കുടിക്കാൻ വന്നിട്ട് ഇതേ എല്ലാം അവിടെ ഇരുന്ന് ഒരു പൂ കണ്ടെന്ന് പറഞ്ഞിട്ട് അതിരുന്ന് പറിക്കാം. ഒത്തിരി നടന്ന് ചായക്കട കണ്ടെത്തി. എൻ്റെ പൊന്നോ, നടന്ന് ചത്ത്. കുത്തനെയുള്ള കയറ്റം ഇറക്കുമായതുകൊണ്ട് നല്ല ടാസ്ക് ഉണ്ട്. ചായക്കട കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ചു നേരം ഇരിക്കാൻ പാകത്തിനൊരു കലങ്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന്. ഇവരൊക്കെ നടന്ന് ആടിപ്പാടി വരുന്നുള്ളൂ. അങ്ങനെ ചായക്കടയിൽ കയറി നമ്മൾ ഓരോ ചായ പറഞ്ഞ് ഞങ്ങൾ 4 ആളും കൂടി ചായയും ബിസ്ക്കറ്റും മേടിച്ചു. ചായ കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ അവിടെ ആറ്റിറ്റ്യൂഡ് ലുക്കിട്ട് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ചിരിച്ച് കുളവാക്കി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വന്ന മല മൊത്തം തിരിച്ച് കയറണം. കാലിൽ അട്ട കടിച്ചു. ചെരുപ്പിന്റെ ഉള്ളിൽ കയറി ചെരുപ്പത്തി പോവാ. പോവോ? വെറുതെ അല്ല, കൊറേ നേരായി ഇത് കണ്ടിട്ട്. എന്തൊരു ചോരണ് പോയാ മോൻ. അല്ലാണ്ട് സാധനം കുഞ്ഞു സാധനം നല്ലതാ. എന്റെ ചെരുപ്പ്, എന്റെ കാല്. ഒരു ചായ കുടിക്കാൻ പോയ പാകത്തിന്. അതെ, അങ്ങനെ ചേട്ടൻ എവിടെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ചാമ്പക്ക മരത്തിന്ന് ചാമ്പക്ക പൊട്ടിച്ചു. മഴ പൊടിയുന്നുണ്ട്. നല്ല മഞ്ഞും മഴയും കൂടിയാണ്. ഞങ്ങൾ നിന്ന റൂം. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. എന്തെന്നാ തിന്നാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറയില്ലേ കഴിഞ്ഞ
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്നും പറഞ്ഞിരുന്നു, കാഴ്ചയും കണ്ടിരുന്നു. നമ്മൾ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് കുറച്ചും കൂടി പ്ലേസ് കവർ ചെയ്തിട്ട് വേണം തിരിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ചെയ്തു, ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫോട്ടോഷൂട്ടിൻ്റെ സെക്ഷനാണ്. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. റിസോർട്ട് വിടുവാണ്. നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ച് പോവുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മുടെ സ്കൂബിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള യാത്ര സ്കൂബിയുടെ ഒപ്പമായിരിക്കും. നമ്മളങ്ങനെ പൈൻ വാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ എൻട്രൻസ് വരെ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോകുന്നു. കാരണം നമുക്ക് മൊട്ടക്കുന്ന് പോകണമായിരുന്നു. പിന്നെ അധികം ടൈം വേസ്റ്റ് ആക്കാനുണ്ടായിരുന്നില്ല. കാരണം അവിടെ അധികം ഉള്ളത് ആ പൈൻ മരങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ പുറത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൊട്ടക്കുന്നിലേക്കാണ്. മൊട്ടക്കുന്നിലാണ് നമ്മൾ ഒരുപാട് ടൈം അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് എത്തി, മൊട്ടക്കുന്ന്. മൊട്ടക്കുന്നിലാണ് നമ്മൾ ഒത്തിരി സമയം ഞങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെയായിരുന്നു ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത സ്പോട്ട്. ഞാൻ ആ ട്രിപ്പ് പോയതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൊട്ടക്കുന്നിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം എല്ലാം കൂടി ആഡ് ആയി കഴിഞ്ഞാൽ ഇതൊരു ലെങ്തി വ്ളോഗായി പോകും. അപ്പം ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് വേറെ ഒരെണ്ണം ഇടാം, പാർട്ടായിട്ട്, തേർഡ് പാർട്ടായിട്ട് ഒരെണ്ണം ഇടാം. ഇത് നമ്മൾ ട്രിപ്പ് എൻഡാക്കുന്ന സെക്കൻഡ് ഡേ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആണ്. മൊട്ടക്കുന്നിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ മൊട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഹോട്ടലെത്തി എല്ലാവരും മന്തി പറഞ്ഞ് മന്തിക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. സൽമോ അങ്ങനെ മന്തി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞ്. എന്തൊക്കെ മന്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പേരൊന്നും അറിയില്ല. 3-4 തരം ടൈപ്പ് മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും നിശാമേട്ട ഫോമായി. പിന്നെ അങ്ങോട്ട് നിശാമിന്റെ വിസ്മയിപ്പിക്കുന്ന കലാപരിപാടികളായിരുന്നു. പാട്ടാണ് കേട്ടോ. പുള്ളി ഇത്ര നല്ല ഗായകനാണെന്ന് ഞാൻ അറിയണത് ആ ട്രിപ്പിന്റെ സമയത്താണ്. നമുക്ക് നിശാമിന്റെ പാട്ടുകൾ കേട്ടിട്ട് വരാം. ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത് എല്ലാവരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും. നിന്നെ നോക്കി പുഞ്ചിരിക്കും. മാറി നിൽക്കുക നാട്ടുകാരെ, മാറി നിൽക്കുക ഗുരുക്കന്മാരെ. ദുഃഖങ്ങളെയും തീർന്നില്ലേ ഈ ദുരിതം കേട്ടവൻ മരിച്ചില്ലേ. കണ്ണു തുറക്കട ചങ്ങാതെ, യാത്ര പറയാൻ സമയമായി. അൻസിയക്കാരനല്ലേ പെട്ടത്, കണ്ണീരെല്ലാം മതമല്ല തുറച്ചത്, കടയെല്ലാം കടലെല്ലാം കണ്ടത്, കണ്ണിയാണ് കണ്ടത്, കണ്ണിയാണ് കണ്ടത്.
അടിച്ച് പൊളിച്ച് തകർത്തുള്ള നമ്മുടെ വാഗമൺ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമ്മുടെ വണ്ടി ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓഫീസിൻ്റെ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓഫീസിൻ്റെ അവിടെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂബീനെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിട്ടു. ഇനി ഇവിടുന്ന് ഓരോരുത്തർ അവരവരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് എന്നെ കൊണ്ടുപോകാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ ഒപ്പം ഞാൻ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഗമണ്ണിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ വാഗമൺ ട്രിപ്പ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി മൊട്ടക്കുന്നിൻ്റെ ഒരു വീഡിയോയും കൂടി ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നവരെ ടാറ്റാ.